പത്തരമാറ്റ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അനിയാണെങ്കിൽ പുറത്തുനിന്ന് വരുന്ന സമയത്ത് അമ്മ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇപ്പോഴും ആ നന്ദുവാണോ അല്ലേ മനസ്സിൽ? അത് മാറ്റിക്കളയാൻ ഞാൻ പറഞ്ഞിട്ട് നീ കേട്ടില്ല. ആ സമയത്ത് അനി പറയുന്നുണ്ട്, ഞാൻ ആദ്യം കല്യാണം കഴിക്കുന്ന സമയത്തും എനിക്ക് നന്ദുവിനോട് ഇഷ്ടമായിരുന്നു. പക്ഷേ അത് ഇഷ്ടം ഉള്ളിലൊതുക്കിയാണ് ഞാൻ ചെയ്തത്. എനിക്കിനി എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഇനിയുള്ള ഒരു കല്യാണം എനിക്ക് അവധിയായിട്ട് നടക്കില്ല. എനിക്കത് ഇഷ്ടമില്ല. എനിക്ക് നന്ദുവിനെ ഇഷ്ടം. പക്ഷേ അത് എങ്ങനെ നടക്കും? ഈ വീട്ടിൽ 2 പേര് വന്നിട്ടുണ്ട്. ഇനി മൂന്നാമതൊരാളെ വേണ്ട, അതൊന്നും നടക്കില്ല എന്നൊക്കെ അനിയുടെ അടുത്ത് അമ്മ പറയുന്നുണ്ട്. ഇത് കേട്ടതും സങ്കടത്തോടെ പറയുക, എനിക്കാണെങ്കിൽ മുത്തശ്ശൻ്റെ അടുത്ത് പറയേണ്ട ധൈര്യം ഇല്ലായിരുന്നു. പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു. ആ സമയത്ത് നന്ദുവിൻ്റെ കാര്യം ഞാൻ തുറന്ന് പറഞ്ഞില്ല. അത് എൻ്റെ ഭാഗത്തുണ്ടായി തെറ്റാ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അനിയുടെ അമ്മ പറയുക, അത് പറയേണ്ട ഓപ്ഷൻ നിനക്കില്ല. എന്തായാലും ആ സമയത്ത് നീ ഇഷ്ടമാണെന്ന് പറഞ്ഞ സമയത്ത് അവളെ അമ്മയും അച്ഛനും എതിർത്ത് ഓർമ്മയുണ്ടല്ലോ. ആ സമയത്ത് മുത്തശ്ശൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇനിയാണെങ്കിൽ നന്ദുവിനെ അനി ശല്യം ചെയ്യില്ല എന്ന്. അതുകൊണ്ട് മുത്തശ്ശൻ്റെ ആ വാക്ക് നീ പാലിക്കണം. അതുകൊണ്ട് തന്നെയാണ് നിനക്ക് ഈ വീട്ടിലുള്ള ഒരു മുറപ്പെണ്ണ് നിനക്കായിട്ട് കാത്തിരിപ്പുണ്ട്. അവളെ തന്നെ നീ കല്യാണം കഴിക്കുകയും ചെയ്യണം. അതാ ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. എനിക്ക് അവളെ ആ രീതിയിൽ കാണാൻ ഒരിക്കലും കഴിയില്ല. ഞാനാണെങ്കിൽ ഇഷ്ടപ്പെട്ടതും സ്നേഹിക്കുന്നതും എല്ലാം ഞാൻ അവളെയാണ്, ആ നന്ദുവിനെ. അവളെ മാത്രമേ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇത് കേട്ടിട്ട് നിൽക്കുകയാണ് ആദർശ് വരുന്നുണ്ട്. പറയുന്നത് നീ കേട്ടില്ലേ? അവനാണെങ്കിൽ നന്ദുവിനെ കുറിച്ചാണ് പറയുന്നത്. എനിക്കറിയാം, ഇപ്പോഴല്ലേ അറിഞ്ഞത് ഇതെല്ലാം. പക്ഷേ പറയാൻ അവൻ വൈകിപ്പോയി, അതാ പറ്റിയത് എന്നൊക്കെ പറയുന്നുണ്ട്. നയന അവരുടെ അടുത്ത് പറയുക, നീയാണെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞാണോ വീണ്ടും മൂന്നാമതൊരാളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നിൻ്റെ തീരുമാനത്തിൽ ഇങ്ങനെയൊക്കെ ആയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും നയനയ്ക്ക് സങ്കടമാകുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടോ ഒന്നുമല്ല അവരുടെ അടുത്ത് സ്നേഹിക്കാൻ പറഞ്ഞത്. പക്ഷേ അവർ തമ്മിൽ സ്നേഹമുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കുടുംബക്കാർ കൊള്ളാം, ഏതായാലും പുളിയും കൊമ്പിൽ തന്നെ പിടിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇത് പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല. നന്ദുവിനൊരു നല്ലൊരു പൊസിഷനുണ്ട്. അതുമാത്രമല്ല അവൾക്കാണെങ്കിൽ ഒന്നും നോക്കേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ അനിയുടെ കാര്യത്തിലും നല്ലൊരു പയ്യനാണ്. എനിക്ക് അതുകൊണ്ട് ഇഷ്ടമുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ പുളിങ്കും നവീനുമായിട്ടുള്ള കല്യാണ ആലോചന ഇപ്പോൾ വന്നിരിക്കുക. അത് പക്ഷേ അവൾ ഒരു തരത്തിലും പിടി തരുന്നില്ല. അല്ലെങ്കിൽ വീട്ടുകാർക്ക് നല്ല താല്പര്യമാണ്. അതുപോലെ തന്നെ നവീനാണെങ്കിൽ അവൾ ഇഷ്ടപ്പെട്ടിട്ടാണ് വന്ന് ചോദിച്ചത്. അതുകൊണ്ട് അനിയെ മാത്രമല്ല ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ വാക്കിനി പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ആദർശ് പറയുക, അമ്മയ്ക്ക് വിഷമം കൊണ്ട് പറയുകയായിരിക്കും, ഇനി അത് കാര്യമാക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വേദനിക്കുന്ന വാക്കുകളായിരുന്ന ആർക്കായിരുന്നു വിഷമം തോന്നും. ഞാനിനി ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട് അനിയുടെ അടുത്ത്, നീ ആണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വീട്ടിൽ പോയിരുന്നു. അവിടെയാണെങ്കിൽ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും അതുമാത്രമല്ല പറയുന്നത്, ഇനി എങ്ങനെയാണ് നവീനിൻ്റെ വീട്ടിലോട്ട് അങ്ങോട്ട് പോവുക, ഉറപ്പിക്കുക എന്നൊക്കെ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നിൻ്റെ കാര്യം ഞാൻ എങ്ങനെ പറയാൻ, എനിക്ക് പറയാൻ തോന്നിയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് മാറും. അതുകൊണ്ട് അവർ സ്വപ്നം കാണുക ഇപ്പം നന്ദുവിൻ്റെ കല്യാണത്തെക്കുറിച്ച്. അതിനിടയിൽ ഇതൊരു കാര്യമായിട്ട് ഞാൻ പോയില്ല. അതാ ഞാൻ ഇതിൻ്റെ അടുത്ത് പറയാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് എനിക്കിതിൽ ഉറപ്പ് പറയാനും കഴിയില്ല. വീട്ടുകാരുടെ താല്പര്യമല്ലേ അവർ നോക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നന്ദുവിന് ഒരു തരത്തിലും ഇഷ്ടമില്ലാന്ന് എനിക്കറിയാം എന്നൊക്കെ അനി പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക. എനിക്കാണെങ്കിൽ ഇതിൽ ഒരു തീരുമാനവും ഇല്ല. നിൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. പക്ഷേ മുത്തശ്ശൻ്റെ കാര്യം ആലോചിക്കുമ്പോഴത്തേക്കാണ് ഇതൊരു വഴക്കിലേക്ക് കലാശിക്കുമെന്ന് എനിക്കിപ്പോഴേ തോന്നുന്നുണ്ട് എന്ന് ആദർശ് പറയുന്നുണ്ട്. ആ സമയത്ത് അനി നന്ദുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. എനിക്കിതിനെ കാണണം, അമ്പലത്തിലേക്ക് പോവാം, ഒരു സമാധാനമില്ല ഇപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അമ്പലത്തിൽ പോകാൻ തീരുമാനിക്കുകയാണ് അനിയും നന്ദുവും കൂടി. ആ സമയത്ത് അവിടെ വെച്ച് അനാമികയെ കാണുന്നുണ്ട്. അനാമികയെ കണ്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അനാമികയാണെങ്കിൽ ദേഷ്യത്തോടെ നന്ദുവിനെ നോക്കുന്നുണ്ട്. എന്താ നിങ്ങൾ തമ്മിൽ കല്യാണം കഴിഞ്ഞോ എന്നൊക്കെ ആക്ഷേപിച്ച് ചോദിക്കുന്നുണ്ട്. നിങ്ങളെന്താ ഞങ്ങളെ കളിയാക്കിയാണോ? അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങളെ മോളെക്കാലം നല്ലൊരു കുട്ടിയെ നന്ദുവിനെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നീ ആരും കല്യാണം കഴിക്കാൻ വേണ്ടി ഒരാളെ കല്യാണം കഴിച്ച് ഡൈവേഴ്സ് ആവാൻ വേണ്ടി നിൽക്കുകയല്ലേ? പിന്നെ എങ്ങനെ ഇനിയോ അടുത്തയാളെ കല്യാണം കഴിക്കും? അതൊരിക്കലും നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുക, നീയാണെങ്കിൽ നവീനെയാണോ കല്യാണം കഴിക്കുന്നത്, അതോ ഈ നട്ടിലില്ലാത്ത ഈ അനിയെ? എന്തായാലും ഈ അനിയേക്കാളും നല്ലത് ആ ഒരു നവീന് തന്നെയാണ്, വക്കീലിന്.
അതാ നിങ്ങൾക്ക് പറ്റിയത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് ദേഷ്യത്തോടെ അനി നോക്കുന്നുണ്ട്. നന്ദു ആണെങ്കിൽ നിങ്ങൾ തീരുമാനിക്കേണ്ട, ഞങ്ങൾക്കറിയാം ആരെ കല്യാണം കഴിക്കണം, അതുപോലെ എങ്ങനെ ജീവിക്കണമെന്നൊക്കെ. നട്ടില്ലാത്തവരെന്ന് പറയാൻ നിങ്ങളാരാ? നിങ്ങളെ മോളാണെങ്കിൽ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. അതൊരു തെറ്റ് മറച്ചു വെച്ചിട്ടാണ് ബാക്കിയുള്ളവർ കുറ്റപ്പെടുത്താൻ നടക്കുന്നത്. ഒരാളെ കല്യാണം കഴിച്ചെങ്കിൽ വേറൊരാളെ സ്നേഹിച്ച് നടക്കുന്ന നിങ്ങളെ മോളെ പോലെയുള്ള ആളുകളാണ് ഈ വീട്ടിലേക്കും അതുപോലെ തന്നെ ആ വീട് തന്നെ നശിപ്പിച്ചത്. എന്നിട്ട് ഇനി ബാക്കിയുള്ളവരുടെ കാര്യം പറയാൻ നടക്കുന്നത് നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നന്ദു പറയുന്ന കേട്ടിട്ട് അനി പറയുക, ഇനി ഈ വിവരമില്ലാത്ത ആൾക്കാരായിട്ട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് അനാമിക പറയുക, എന്തായാലും അനിയായിട്ടുള്ള കല്യാണം ഞാൻ നടക്കാൻ സമ്മതിക്കില്ല, നടത്തേയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീ വെല്ലുവിളിക്കുകയാണോ എന്ന് അനി ചോദിക്കുന്നുണ്ട്. വെല്ലുവിളിക്കുന്നതല്ല, അത് നടക്കാൻ പോകുന്ന സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് പോവുക. ആ സമയത്ത് നവീനാണെങ്കിൽ ആലോചിക്കുക, എങ്ങനെ ഇനി അനിയെ എങ്ങനെയെങ്കിലും അനിയെയും നന്ദുവിനെയും തമ്മിൽ വേർപിരിക്കുക എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മുത്തശ്ശിയോട് ആലോചിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുക, എന്തായാലും ഈ ഡൈവേഴ്സ് ആവാൻ്റെ തീയതി നീട്ടി കൊണ്ടുപോവുക, എങ്കിൽ മാത്രമേ നിനക്ക് നന്ദുവിന് കല്യാണം കഴിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നവീൻ ആലോചിച്ചിട്ട് പറയുക, അത് ശരിയാ, എന്തായാലും ഏതെങ്കിലും രീതിയിൽ വാദിച്ച് അവനെ ഇപ്പോൾ ഒന്ന് ഡൈവേഴ്സ് കിട്ടാത്ത രീതിയിലാക്കുക, അത് തന്നെ എനിക്കിപ്പോഴത്തേക്കും ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എൻ്റെ സുഹൃത്തും ആയിപ്പോയി, പക്ഷേ എന്ത് ചെയ്യാനാ, എനിക്കിഷ്ടപ്പെട്ട നന്ദുവിനെ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, അത് എനിക്ക് ഇഷ്ടവുമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എത്ര സുഹൃത്തായിരുന്നാലും നീയാണെങ്കിൽ ഒരു കാര്യം നീ മനസ്സിലാക്കേണ്ടത്, സത്യസന്ധതയോടെ ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നിൻ്റെ ഒരു ഇഷ്ടത്തിനായതുകൊണ്ടാണ് ഞാനാണെങ്കിൽ ഇതിൽ കൂട്ട് നിൽക്കുന്നത് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് നവീൻ്റെ അടുത്ത്. അങ്ങനെ നവീൻ പറയുക, എനിക്ക് മനസ്സിലാവും മുത്തശ്ശ എന്നോടുള്ള സ്നേഹമാണെന്ന്, പക്ഷേ എനിക്കും അങ്ങനെ തന്നെയാണ്. കൂട്ടുകാരനെ എനിക്ക് ചതിക്കാനൊന്നും കഴിയില്ല, പക്ഷേ എന്ത് ചെയ്യാനാ, എനിക്ക് നന്ദുവിനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. അവളെ വീട്ടുകാർക്കും ഭയങ്കര ഇഷ്ടം തന്നെ എന്നെ. എന്തായാലും ഇത് നടക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, അത് നടത്തിയെടുക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലാണെങ്കിൽ ഭയങ്കര വിഷമത്തിൽ നയന ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നന്ദുവിനുള്ള ഈ കാര്യം നമുക്ക് എത്ര നല്ല മറച്ചു വെച്ചിരുന്നാലും എല്ലാവരും ഒരു ദിവസം അറിയും. അപ്പോൾ എന്ത് ചെയ്യും? മുത്തശ്ശനെ അറിയുകയാണെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തി ചെയ്യുള്ളൂ. നീ അറിഞ്ഞിട്ടും എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനിനി എന്ത് ഉത്തരമാണ് പറയേണ്ടത്, എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. നൈന പറയുന്ന കേട്ട് ആദർശ് പറയുക, അതിനെക്കുറിച്ച് നീ ചിന്തിക്കുകയും ചെയ്യണ്ട, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് ഞാൻ പലപ്പോഴും നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അനിയുടെ കാര്യത്തിൽ നമ്മളതെല്ലാം ഒളിച്ചു വെച്ചതാവൻ ഈ നന്ദുവിൻ്റെ കാര്യം. പക്ഷേ നന്ദു ആണെങ്കിലോ അവനും അത് രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് സ്വഭാവത്തിൽ, ഒന്നും മിണ്ടാതെ നടക്കും. എന്നാൽ വീട്ടുകാർക്ക് പോലും മനസ്സിലായിട്ടില്ലല്ലോ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും. അവളെ മനസ്സിലാക്കാൻ കഴിയാതെ വീണ്ടും നവീനായിട്ട് കല്യാണം ആലോചിച്ചിരിക്കുക. പക്ഷേ നല്ല പഴയനായതുകൊണ്ടല്ലേ അച്ഛനും അമ്മയ്ക്കും അത് ഇഷ്ടമാവുന്നത് എന്നൊക്കെ നൈന പറയുന്നുണ്ട്. ഇനി എന്തായാലും നമുക്കാണെങ്കിൽ കണ്ട് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ നവീനെ ആലോചിക്കുകയാണ്, എങ്ങനെയെങ്കിലും രണ്ടുപേരെയും തമ്മിലടുപ്പിക്കുക, ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ നവീനെ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ അനിയും നന്ദും കൂടി ക്ഷേത്രത്തിൽ പോയിട്ട് പോകുന്ന വഴിക്ക് പറയുക, അനാമിക പറഞ്ഞത് കേട്ടല്ലോ, നമ്മളെയാണെങ്കിൽ ഒരിക്കലും ഒരുമിക്കില്ല എന്നാണ് പറയുന്നത്. എന്തു വെച്ചാലും ഇതൊരു വാശിയാണ്. ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട് നന്ദു, നമുക്കാണെങ്കിൽ ഒരുമിച്ച് ഓടിപ്പോയി എവിടെയെങ്കിലും പോയി കല്യാണം കഴിച്ചാലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് സ്വപ്നം മാത്രമേ ആവുന്നുള്ളൂ, അത് നടക്കില്ല എന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. പക്ഷേ എന്ത് ചെയ്യാനാ, ജീവിതമാകുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണമല്ലോ. അച്ഛനും അമ്മയും അതുപോലെ കുടുംബത്തെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെയാണ് എനിക്കാണെങ്കിൽ അവരെ ഒരു തള്ളിപ്പറയാനും കഴിയില്ല. അതുകൊണ്ടാണ് ഇത്രയും നാൾ ആ അനാമിയെ കല്യാണം കഴിച്ച് ഇങ്ങനെയൊക്കെ ആവേണ്ട ഒരവസ്ഥ എനിക്കുണ്ടായത് എന്ന് അനി പറയുന്നുണ്ട്. ഈ സമയത്ത് നന്ദു പറയുക, എന്തായാലും നിൻ്റെ ഈ മൗനം തന്നെയാണ് നിന്നെ ഇത്രത്തോളം ഇങ്ങനെയാക്കാനും കാരണം. അതുകൊണ്ട് നേരെ ഒന്ന് സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും കാര്യം പറയാൻ പഠിക്കണം. മുത്തശ്ശൻ്റെ അടുത്ത് ഇനി ഞാനാണെങ്കിൽ ഒന്നും പറയില്ല എന്ന് നന്ദു പറയുന്നുണ്ട്. അന്ന് ഞാൻ എൻഗേജ്മെൻറ്റ് സമയത്ത് ഞാൻ കയറി വന്നപ്പോൾ തന്നെ മുത്തശ്ശന് ഇഷ്ടപ്പെട്ടില്ല, ഞാനാണ് നിൻ്റെ കല്യാണം മുടക്കാൻ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയാണെങ്കിൽ കല്യാണം അഥവാ നടന്നില്ല എങ്കിലും അതെൻ്റെ തലയ്ക്ക് തന്നെയാണ് വരുന്നത്. ഞാൻ നിന്നെ എങ്ങനെയെങ്കിലും വലവീശി എടുത്തിരിക്കുന്നതാണ് നിൻ്റെ അമ്മ വരെ പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ അടുത്ത്. ഞാൻ ഇനി എന്ത് ചെയ്യാനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഞാനാണ് നിന്നെ ഇഷ്ടപ്പെട്ടത്, ഞാനാണ് നിൻ്റെ അടുത്ത് ഇഷ്ടം തുറന്ന് പറഞ്ഞതും.
അതുകൊണ്ട് നീ എന്നെ ആരും വല വീശി പിടിച്ചിട്ടൊന്നുമില്ല എന്ന് നീ തന്നെ പറയണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് നന്ദു പറയുക, ഓരോ തരത്തിൽ എന്തൊക്കെ പറഞ്ഞിരുന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ എന്തൊക്കെ പറഞ്ഞാലും ഞാനാണെങ്കിൽ കേട്ടിരുന്നോളും. അതുകൊണ്ട് മാത്രമാണ് നീ പറയുന്നതൊക്കെ ഞാൻ ഇത്രയും നാളെ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി അത് കഴിയില്ല. അമ്മയാണെങ്കിൽ അച്ഛനായിരുന്നാലും തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുക. നവീനുമായിട്ടുള്ള കല്യാണം അത് എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നവീന് പറയുക, ഫോൺ വിളിച്ച് നന്ദുവിൻ്റെ അടുത്ത്, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? വിളിച്ചിട്ട് എടുക്കുന്നില്ല, അനിയെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പറഞ്ഞു, ഇല്ല, ഞാനാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി, പക്ഷേ അനിയെ കണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇവിടെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു പറച്ചിൽ തന്നെ നവീന് മനസ്സിലായി ഇവർ തമ്മിൽ ഒരുമിച്ചുണ്ടെന്ന്. അങ്ങനെ നവീന് വരികയാണ്. വന്നിട്ട് ആ നന്ദുവിൻ്റെ അടുത്തും അനിയടുത്തും സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ പിന്നെ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞതോ? ഇപ്പോൾ എൻ്റെ അടുത്ത് കള്ളം പറയാൻ തുടങ്ങിയിരിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ എന്തോ കള്ളത്തിനുണ്ടവരോ തോന്നുന്നുണ്ട് എന്ന് നവീന് പറയുന്നുണ്ട്. അത് തോന്നുന്നതാ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് കണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങൾ പ്ലാൻ ചെയ്ത് വന്നതാണെന്ന്, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ വെറുതെ പറഞ്ഞതാ, എങ്ങനെയെങ്കിലും പറയണമല്ലോ, അതുകൊണ്ടാണ്. അതിനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വേറെ രീതിയിൽ എടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വക്കീലിൻ്റെ ഓരോരോ ചോദ്യങ്ങൾ ഞങ്ങളടുത്ത് ഇങ്ങോട്ട് എടുക്കണ്ട കേട്ടോ എന്ന് നന്ദു പറയുന്നുണ്ട്. അങ്ങനെ നവീനും നന്ദും കൂടെ ഇരുന്ന സമയത്താണ് അവിടെ നവീന് വന്ന് പറയുക, ഞാനാണെങ്കിൽ ഒരു കാര്യം നിങ്ങളടുത്ത് പറയാം, എത്രയും പെട്ടെന്ന് ഡൈവേഴ്സ് ആഗ്രഹിക്കുന്നാലും പെട്ടെന്ന് നടക്കില്ല, അത് കുറേ സാവകാശമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് ഞെട്ടി നിൽക്കുന്നുണ്ട് അനി. എന്നാൽ എല്ലാം ആയതല്ലേ, പിന്നെ എന്താ ഇങ്ങനെയൊക്കെ? കേസിൻ്റെ കാര്യത്തിലാവുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു കാര്യം എടുക്കില്ല, എല്ലാം പതുക്കി നടക്കുകയുള്ളൂ, അത് റൂളാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് അനി പറയുക, ഓരോ തരത്തിലും എന്തൊക്കെ ചെയ്യുന്നാലും നിനക്കെങ്കിലും എന്നെ ഇത് കരകയറ്റാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് സാധിക്കും, പക്ഷേ അത് ഓരോ രീതിയിലല്ലേ പോകാൻ പറ്റുള്ളൂ, കേസിൻ്റെ രീതിയിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലാതെ ഇതിലെനിക്ക് ഒരു തീരുമാനം എടുക്കാനും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നന്ദു പറയുക, ഓരോ കേസ് വരുമ്പോഴത്തേക്കും ഓരോ ഫയൽ പഠിക്കുമ്പോഴത്തേക്കും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ആളുകളെ തെറ്റും ശരിയും കണ്ടെത്താമെന്ന്. പക്ഷേ ഇവിടെയാണെങ്കിൽ എനിക്കിതിൽ ഒന്നും പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ഇങ്ങനെ പറയുന്നു നന്ദു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദു പറയുക, എല്ലാം ഞാൻ വെറുതെ പറഞ്ഞതാ. അപ്പം നവീൻ പറയുക, എന്തായാലും നിനക്കിപ്പോൾ വെറുതെ പറയത്തിൽ കൂടുതൽ തന്നെയാണ്. ഞാൻ കണ്ട നന്ദു അല്ല ഇപ്പോൾ, നന്ദുവിന് ഒരു വളരെ വലിയ മാറ്റമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ തോന്നല, ഞാനാണെങ്കിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ നവീന് അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് മുത്തശ്ശനെ വിളിച്ച് പറയുക, ഞാൻ അവരെ കണ്ടായിരുന്നു, പക്ഷേ ഒരുമിച്ചാണ് കണ്ടത്. എന്നിട്ട് എൻ്റെ അടുത്ത് കള്ളം പറയുക അവർ ഇല്ലയെന്ന്. പക്ഷേ ഞാനവിടെ ആ സമയത്ത് എത്തിയുകൊണ്ട് അവർ രണ്ടുപേരെ ഒരുമിച്ച് കാണാൻ പറ്റി. പക്ഷേ ഞാൻ അവൻ്റെ ഉള്ളിലൊരു തീ വാരി ഇട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, പെട്ടെന്ന് ഡൈവേഴ്സൊന്നും കിട്ടില്ല എന്ന്. ഇത് കേട്ടപ്പോൾ രണ്ടുപേരും ഞെട്ടിയിരിക്കുന്നുണ്ട്. എന്തായാലും മുത്തശ്ശൻ്റെ ആ ബുദ്ധി ശരിക്കും ഫലിച്ചു കേട്ടോ എന്നൊക്കെ നവീന് മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്.